നമസ്കാരം. യുദ്ധച്ചൊരിച്ചിൽ മാറാത്ത ഇസ്രയേൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി വീണ്ടും ആക്രമണവുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതിനിടയിൽ ഗാസ മുനമ്പിലെ പ്രതിരോധമില്ലാത്ത പലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ അതിക്രമങ്ങളെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ശക്തമായി അപലപിച്ചു. ഈ കുറ്റകൃത്യങ്ങൾ തടയാൻ മുസ്ലിം രാജ്യങ്ങളുടെ ഏകീകൃതവും ഉടനടി നടപടിയും അടിയന്തരമായി ആവശ്യമാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണത്തെ നേരിടാൻ കർശനവും കൂട്ടായതുമായ ശ്രമങ്ങൾ നടത്തണമെന്നും ഫെബ്രുവരി 22-ന് സൗദി നയതന്ത്രജ്ഞൻ പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. തീരദേശ സൈന്യമായ ഹമാസുമായുള്ള ഇസ്രയേലിന്റെ വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനമായി ഫെബ്രുവരി 18 മുതൽ ഗാസയിൽ ഇസ്രയേൽ ഭരണകൂടം വംശഹത്യാ യുദ്ധം പുനരാരംഭിക്കുന്നതിനെയാണ് അബ്ബാസ് അരാഗ്ചി ചൂണ്ടിക്കാണിച്ചത്. അതേസമയം തെക്കൻ ഗാസയിലെ ഖാൻ യൂനുസിനെതിരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ സലാഹ് അൽ ബർദാവിയിലും ഭാര്യയും കൊല്ലപ്പെട്ടിരുന്നു. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയിലെ അൽ ബർദാവിയിൽ ഭാര്യയോടൊപ്പം ഒരു ടെന്റ് ഷെൽട്ടറിൽ പ്രാർത്ഥനയിലിരിക്കെയാണ് കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുണ്ട്. ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ അധികൃതർ പ്രതികരിച്ചിട്ടില്ല. 2 മാസത്തെ ശാന്തതയ്ക്ക് ശേഷമാണ് ഏറ്റവും പുതിയ സംഘർഷമുണ്ടാകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രയേൽ ഗാസയിലുടനീളം പുതിയ വ്യോമ കര സൈനിക നടപടികളും ആരംഭിച്ചിരുന്നു. ജനുവരി മുതൽ നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ ഇസ്രയേൽ ഫലത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അഭിപ്രായത്തിൽ ഹമാസിന്റെ സൈനിക ശേഷി നശിപ്പിക്കുകയും ശേഷിക്കുന്ന ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാൻ ഗ്രൂപ്പിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട ഉന്നത ഹമാസ് ഉദ്യോഗസ്ഥരുടെ പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവമാണ് ബർദാവീലിന്റെ കൊലപാതകം. ഹമാസിന്റെ യഥാർത്ഥ സർക്കാരിന്റെ തലവനായ എസാം അത്തലീസും ആഭ്യന്തര സുരക്ഷാ മേധാവി മഹ്മൂദ് അബു വത്ഫയും മാർച്ച് 18-ന് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. ആ ദിവസം കുറഞ്ഞത് 400 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അവരിൽ പകുതിയിലധികം പേരും സ്ത്രീകളും കുട്ടികളുമാണ്. വടക്കൻ, മധ്യ, തെക്കൻ ഗാസ മുനമ്പിലെ പ്രദേശങ്ങളെ ലക്ഷ്യമായിട്ടായിരുന്നു ഇസ്രയേലിന്റെ വ്യോമാക്രമണം. നിരവധി പേർക്ക് പരിക്കേറ്റതായും പ്രാദേശിക ഡോക്ടർമാർ പറയുന്നുണ്ട്. ജനുവരിയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ അന്തിമ ചർച്ചകൾ ആരംഭിക്കുകയോ സൈന്യത്തെ പിൻവലിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഹമാസും ആരോപിക്കുന്നുണ്ട്. എന്നാലും ചർച്ചകൾക്ക് തുറന്നിരിക്കുകയാണെന്ന് ഹമാസ് സൂചനയും നൽകിയിട്ടുണ്ട്. കൂടാതെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. അതിനിടയിൽ ഇസ്രയേലിന്റെ പ്രതികാര നടപടിക്ക് ശേഷം പുതിയ യുദ്ധമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ലെബനൻ. നവംബർ മുതൽ ലെബനനിൽ ദുർബലമായ ഒരു വെടിനിർത്തൽ നിലവിലുണ്ടായിരുന്നു. ഇസ്രയേലും ലെബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയും തമ്മിലുള്ള മാസങ്ങൾ നീണ്ടുനിന്ന അതിർത്തി കടന്നുള്ള യുദ്ധം സെപ്റ്റംബറിൽ പൂർണ്ണ തോതിലുള്ള സംഘർഷമായി മാറിയതിനു ശേഷമാണ് ഇത് നിലവിൽ വന്നത്. വെടിനിർത്തൽ കരാർ പ്രകാരം ജനുവരി 26-നകം ഇസ്രയേൽ തെക്കൻ ലെബനനിൽ നിന്ന് പൂർണ്ണമായും പിന്മാറേണ്ടതായിരുന്നു. എന്നാൽ ഇസ്രയേൽ അത് അനുസരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി 18 വരെ സമയപരിധി നീട്ടുകയായിരുന്നു. 5 അതിർത്തി ഔട്ട് പോസ്റ്റുകളിൽ ഇപ്പോഴും സൈനിക സാന്നിധ്യം നിലനിർത്തുന്നുണ്ട് ഇസ്രയേൽ. ലെബനൻ ഇതിനെതിരെ തിരിച്ചടിച്ചാൽ ഇതൊരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്കായിരിക്കും നീങ്ങുക.